നവോത്ഥാന കേരളത്തിന്റെ മുഖത്തേറ്റ അടിയായി മാറുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പട്ടികജാതിക്കാരനായ ശാന്തിക്കാരന്റെ രാജി. PSC പരീക്ഷയും ഇന്റർവ്യൂവും കടന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയ PR വിഷ്ണു എന്ന ശാന്തിക്കാരനാണ് കേവലം 4 മാസത്തിനുള്ളിൽ കണ്ണീരോടെ ഇന്നലെ പടിയിറങ്ങിയത്. പറവൂർ ബാതുറക്കാവ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ PR വിഷ്ണുവാണ് ഈ കടുത്ത തീരുമാനമെടുത്തത്. തത്തപ്പിള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പകരക്കാരനായി ജോലി ചെയ്യുന്നതിനിടെ പ്രസാദം വാങ്ങാനെത്തിയ ആൾ ജാതി ചോദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതോടെയാണ് വിഷ്ണുവിന്റെ ദുരനുഭവങ്ങൾ തുടങ്ങുന്നത്. ഈ സംഭവത്തിൽ കേസ് നൽകിയതോടെ ബോർഡിലെ രാഷ്ട്രീയ യൂണിയനുകളും ചില ഉദ്യോഗസ്ഥരും വിഷ്ണുവിനെ ശത്രുവായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2024 നവംബർ 14 ഞാൻ തത്തപ്പിള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പകരക്കാരനായി ജോലിക്ക് പോയിരുന്നു. അന്ന് രാവിലെ തൊഴാൻ വന്ന ഒരു വ്യക്തി എന്നോട് നേരിട്ട് ജാതി ചോദിക്കുകയും ഈ ജാതിയിലുള്ള ആളെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വിളിക്കരുത് എന്ന് അവിടുത്തെ മറ്റൊരു ജീവനക്കാരനോട് പറയുകയും ചെയ്തു. പ്രസാദം വാങ്ങാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. ഇതെനിക്ക് വലിയ മാനസിക വിഷമമുണ്ടാക്കി. ഇതിനെതിരെ ഞാൻ കോടതിയിൽ കേസ് നൽകി. അതിപ്പോഴും നടക്കുകയാണ്. ഞാൻ സർവീസിൽ കയറിയപ്പോൾ മുൻപ് ജോലി ചെയ്ത സ്ഥലത്ത് എനിക്കെതിരെ വ്യാജ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് അധികൃതർ രംഗത്തെത്തി. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ എന്നോട് ആവശ്യപ്പെട്ടത് ആദ്യം പറഞ്ഞ ജാതി അധിക്ഷേപ കേസ് പിൻവലിക്കാനാണ്. കേസ് പിൻവലിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് മോശമായി പെരുമാറി. ഈ വ്യാജ പരാതിക്ക് പിന്നിൽ ദേവസ്വം ബോർഡിലെ ഒരു പ്രമുഖ ഇടതുപക്ഷ സംഘടനയാണ്. അവരുടെ യൂണിയനിൽ ചേരണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന് വഴങ്ങാത്തതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ക്ഷേത്രത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നതാണ് വിഷ്ണുവിനെതിരെ നീങ്ങാൻ ഒരു വിഭാഗത്തെ പ്രേരിപ്പിച്ചത്. വാതുറക്കാവ് ക്ഷേത്രത്തിൽ ചുമതലയേറ്റ വിഷ്ണു വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാലകൾ പരിശോധിച്ചപ്പോൾ അവ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തുകയും ഇത് അധികൃതരെ അറിയിക്കുകയും ചെയ്തു. ഞാൻ വാതുറക്കാവിൽ ജോയിൻ ചെയ്ത ദിവസം ചാർജ് എടുക്കുമ്പോൾ അവിടെ 4 മാലകളാണ് ഉണ്ടായിരുന്നത്. പരിശോധിച്ചപ്പോൾ അതിൽ 2 മാലകൾ മുക്കുപണ്ടമാണെന്ന് എനിക്ക് സംശയം തോന്നി. തട്ടാനെ വിളിച്ചു നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് തെളിഞ്ഞു. ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ പോലീസിൽ പരാതി നൽകി. എന്നാൽ പിന്നീട് യൂണിയൻ ഇടപെട്ട് ആ കേസ് ഒത്തുതീർപ്പാക്കി. അഴിമതി പുറത്തു കൊണ്ടുവന്നതോടെ എന്നെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന നിലപാടിലായി അവർ. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഈ അഴിമതി പുറത്തു കൊണ്ടുവന്ന വിഷ്ണുവിനെതിരെ വ്യാജ പരാതികൾ ചമയ്ക്കാനാണ് ഉദ്യോഗസ്ഥർ തുനിഞ്ഞത്. ഒപ്പം ഒരു പ്രമുഖ ഇടതുപക്ഷ സംഘടനയിൽ അംഗത്വമെടുക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനൊന്നും വഴങ്ങാത്ത വിഷ്ണുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നത് തുടർന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നുള്ള പൂജാരിമാർ തനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ പുരോഗമനം പറയുന്ന രാഷ്ട്രീയ സംഘടനകളാണ് തന്നെ വേട്ടയാടിയതെന്ന് വിഷ്ണു വെളിപ്പെടുത്തുന്നു എന്നതാണ്. ജാതി അധിക്ഷേപം ഉണ്ടായപ്പോൾ എന്നെ പിന്തുണച്ച് വീട്ടിൽ വന്നത് ബ്രാഹ്മണ സമൂഹത്തിലെ ആളുകളാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാതാകുമ്പോൾ എവിടെ വിഷ്ണു എന്ന് അന്വേഷിക്കുന്ന തിരുമേനിമാരുണ്ട്. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകളാണ്, വിഷ്ണു പറയുന്നു.